ബഹുമാനരായ സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഒരിക്കൽ ഒരു അസമയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വീട് വിട്ട് പുറത്തേക്ക് വന്നു. അസമയത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ രാത്രിയാകാം, അല്ലെങ്കിൽ പകലാകാം. സാധാരണഗതിയിൽ ജനങ്ങൾ അല്ലെങ്കിൽ മനുഷ്യർ പുറത്തിറങ്ങാത്ത ഒരു സമയം. അത് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി അങ്ങനെ പറയുന്നത്, രാത്രിയോ പകലോ ആണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും സാധാരണ ആൾക്കാർ പുറത്തിറങ്ങാത്തൊരു സമയത്താണ് റസൂൽ പുറത്തിറങ്ങുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്ത് വരുമ്പോൾ അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹു രണ്ടുപേരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയിൽ കാണുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിച്ചു, ഈ സമയത്ത് നിങ്ങൾക്കിവിടെ ഈ തെരുവിൽ എന്താണ് കാര്യം? നിങ്ങൾ എന്തുകൊണ്ട് വീട്ടിന് പുറത്ത് വന്നു ഈ സമയത്ത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുവരോടും ചോദിക്കുമ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു, റസൂലേ, വിശന്നിട്ട് കിടക്കാൻ നിവൃത്തിയില്ല, വിശപ്പ് കാരണമാണ് ഞങ്ങൾ വീടിൻ്റെ പുറത്തു വന്നത് എന്ന് അവർ രണ്ടുപേരും പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും രണ്ട് വീട്ടിൽ നിന്ന് വന്നവരാണ്. അവരും പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം ഇത് തന്നെയാണ്. അവർ രണ്ടുപേരും തുറന്നു പറഞ്ഞു, ഈ ജാള്യതയില്ലാതെ, ദുരഭിമാന ബോധമില്ലാതെ വിശന്നിട്ട് സഹിക്കാൻ പോയ അബൂബക്കർ എന്ന് ഉമർ അബൂബക്കറിനോടും ഒക്കെ പരസ്പരം പറയുന്നുണ്ട്. പരസ്പരം പറഞ്ഞു കഴിയുമ്പോഴാണ് ആ വേദിയിലേക്ക്, ആ രംഗത്തേക്ക് റസൂലുള്ളാഹിയും വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. റസൂൽ പറഞ്ഞു ആ രണ്ടുപേരോടും, അവർ രണ്ടുപേരും ഞങ്ങൾ വിശപ്പ് കാരണം പുറത്തു വന്നു നബി, താങ്കൾ എന്തിനാണ് പുറത്തു വന്നത് ഈ സമയത്ത് എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത് തന്നെയാണ് എന്നെയും പുറത്തു കൊണ്ടുവന്നത്, വിശന്നിട്ട് എനിക്കും സഹിക്കുന്നില്ല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മൂന്ന് പേരുടെയും പ്രശ്നം ഒന്നാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമുക്ക് നോക്കാം, എന്തെങ്കിലും ഒരു പോംവഴി വേണമല്ലോ, വിശപ്പടക്കണമല്ലോ. റസൂലിന് പ്രതീക്ഷയുള്ള ഒരു വീട് ലക്ഷ്യമാക്കി റസൂൽ നടന്നു. രണ്ടുപേരും കൂടെ നടന്നു. ഒരു അൻസാരി സഹാബിയുടെ വീട്ടിലേക്കാണ് നടക്കുന്നത്. അൻസാരി അബുൽ ഹൈസം എന്ന സഹാബിയാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം. അബുൽ ഹൈസമുൽ അൻസാരി എന്ന സഹാബിയുടെ വീട് ലക്ഷ്യമാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുകയും അവർ രണ്ടുപേരും ഒപ്പം കൂടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം, അദ്ദേഹം അത്യാവശ്യം കാർഷിക മേഖല ശ്രദ്ധിക്കുന്നയാളാണ്. അദ്ദേഹം എല്ലാത്തരം കൃഷികളും അദ്ദേഹത്തിനുണ്ട്. കന്നുകാലികളെയും കൃഷി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സസ്യങ്ങളും പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, അത്തരം കൃഷികളും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് റസൂലും ഈ രണ്ടുപേരും അങ്ങോട്ട് പോകുന്നത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീടിൻ്റെ വാതിൽക്കൽ ചെന്ന് അവിടെ സലാം പറയുമ്പോൾ അവിടെ നിന്ന് മറുപടി പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ഭാര്യ പുറത്തു നോക്കുമ്പോൾ വന്നിരിക്കുന്നത് മഹാന്മാരായ 3 മനുഷ്യരാണ്, അള്ളാഹുവിൻ്റെ റസൂലും പ്രവാചകൻ ഏറ്റവും അടുത്ത തോഴന്മാരും കൂട്ടുകാരും. അവർക്ക് സ്വാഗതം ആശംസിച്ചു, അകത്തേക്ക് ഇരിക്കാൻ പറഞ്ഞു. അവർ അകത്തേക്ക് കടന്നില്ല. അവർ വീട്ടുകാരനെ അന്വേഷിക്കുമ്പോൾ പറഞ്ഞു, വെള്ളം ശേഖരിക്കാൻ പോയിട്ടുണ്ട്, നമുക്ക് ആവശ്യമായ വെള്ളം കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം പോരുക്കാണ്, വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പോയതാണ്, അതുകൊണ്ട് അല്പം വൈകും, കയറിയിരിക്കാമെന്ന് പറയുമ്പോൾ ഇല്ല, നമ്മൾ പുറത്ത് നിൽക്കാമെന്ന് പറഞ്ഞ് അയാൾക്ക് വേണ്ടി കാത്തിരുന്നു. അതിലൊരു മാന്യതയുണ്ട്. ആ വീട്ടിലെ ഗൃഹനാഥൻ ഇല്ലാത്തപ്പോൾ വീടിനകത്ത് കടന്നിരിക്കാതെ പുറത്ത് കാത്തു നിന്നതും റസൂലിൻ്റെ വലിയൊരു മാതൃകയാണ്. അപ്പോൾ റസൂലും ഈ കൂട്ടുകാരും അവിടെ കാത്തിരിക്കുമ്പോഴാണ് ഇദ്ദേഹം വെള്ളവും കൊണ്ടുവരുന്നത്. വെള്ളവും കൊണ്ട് വന്ന അയാൾ ഈ 3 പേരെയും കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോയി. വലിയ സന്തോഷവും കൂറി അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാ, ഇന്ന് ലോകത്ത് അള്ളാഹു ഏറ്റവും നല്ല അതിഥികളെ കൊണ്ട് അനുഗ്രഹിച്ച മനുഷ്യൻ ഞാനാണ്. എനിക്കിതിലും വലിയ അതിഥികളെ ഒരുമിച്ച് കിട്ടാനില്ല. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ ഈ അതിഥികൾ. അതുകൊണ്ട് വരും റസൂൽ, അകത്തേക്ക് ഇരിക്കാമെന്ന് പറയുന്നു. റസൂലിനെയും കൂട്ടുകാരെയും വീട്ടിനകത്തേക്ക് ഇരുത്തിയിട്ട് ഒരു പാത്രത്തിൽ അദ്ദേഹം കുറച്ച് മുന്തിരിയും കുറച്ച് ഈന്തപ്പഴവും റസൂലിന് മുമ്പിൽ വെച്ചു. റസൂലിനും സഹാബ കൂടെ വന്നവർക്കും കഴിക്കാൻ വേണ്ടി അല്പം ഈന്തപ്പഴവും മുന്തിരിയും റസൂലിന് മുമ്പിലേക്ക് കൊണ്ടുവച്ചു. എന്നിട്ട് അത് കഴിച്ച് അവർ തുടങ്ങുമ്പോൾ പെട്ടെന്ന് വീട്ടിനകത്തേക്ക് കയറി അടുക്കളയിൽ പോയി ഒരു കത്തിയും എടുത്ത് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം റസൂലിന് മനസ്സിലായിട്ടുണ്ട്. കാരണം അദ്ദേഹം ഇനി അടുത്ത നല്ല ഭക്ഷണം ഒരുക്കാൻ വേണ്ടി ഒരു ഉരുവിനെ അറുത്ത് അതിൻ്റെ മാംസം കൊണ്ടെന്തോ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് കത്തിയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് എന്ന് മനസ്സിലാക്കി പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇയ്യാക വൽ ഹലൂബ് എന്ന്, നിങ്ങൾ കറവ മൃഗത്തെ അറുക്കണ്ട എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കറവ മൃഗത്തെ അറുക്കാൻ വേണ്ടി, അത് മൃഗത്തെ പിടിക്കാനാണ് ഈ പുറത്തിറങ്ങിയെന്ന് മനസ്സിലാവുന്നു. എന്നാൽ ഭക്ഷണത്തിന് വേണ്ടി ഒരു മൃഗത്തെ അറുത്ത് നിങ്ങൾ ഭക്ഷണമാക്കുമ്പോൾ സന്തോഷമുള്ള, അത്രയും വിശപ്പുണ്ട് അവർക്ക്. പക്ഷേ കറവ മൃഗത്തെ ഒഴിവാക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നബി ഒഴിവാക്കാമെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ പുറത്തു പോകുന്നു, പിന്നെ മാംസാഹാരം വേവിക്കുന്നു. അത് കഴിഞ്ഞ് വിഷയം വിശാലമായി മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ പറയേണ്ട പോയിന്റും അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ,
ഇവിടെ പറഞ്ഞു പോയൊരു വാക്ക്, അതുകൂടി അല്പം ഈ മാനുകാലിക ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെ പ്രസക്തമായൊരു വാക്കാണ് ഇയ്യാക വൽ ഹലൂബ് എന്ന വാക്ക്. ഇസ്ലാമിൻ്റെ ഒരു നിലപാട് കൂടിയാണ്. ഇസ്ലാമിൻ്റെ ഒരു പൊതുവായ നിർബന്ധിതമായ ഒരു കൽപ്പനയൊന്നുമല്ല. ഇവിടെ പറഞ്ഞൊരു വാചകമുണ്ട്, കറവ മൃഗത്തെ അറുക്കരുത് എന്ന് പറഞ്ഞാൽ പൊന്മുട്ടയിടുന്ന താറാവിനെ അറുക്കരുത് എന്നൊരു ചൊല്ലുണ്ട്. ഈ പൊന്മുട്ട അല്ലെങ്കിൽ മുട്ടയിടുന്ന താറാവിനെ അറുക്കരുത് എന്ന റസൂൽ പറഞ്ഞത്. ആദായമുള്ള മൃഗത്തെ നിങ്ങൾ അറുത്ത് കളയല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇതൊരു ഗുണകാംശപൂർവ്വമുള്ള ഒരു സ്റ്റാൻഡാണ്. അല്ലാതെ നിർബന്ധമായിട്ട് ഒരിക്കലും മുട്ടയിടുന്ന പക്ഷികളെയോ അല്ലെങ്കിൽ പാല് തരുന്ന മൃഗങ്ങളെയോ ഒരിക്കലും അറക്കാൻ പാടില്ല, അങ്ങനെ നിരോധനാജ്ഞ ഇസ്ലാമിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ പാടില്ല. ഒരു ഗുണകാംശപൂർവ്വം റസൂൽ പറഞ്ഞൊരു കാര്യമാണ്. അത് പൊതു മുസ്ലിം സമൂഹത്തോടുള്ള കാര്യം കൂടിയാണ്. നമുക്ക് ആദായം നൽകുന്നൊരു മൃഗത്തെയും അറക്കാൻ പാടില്ല. ഇത് ഇസ്ലാം പറഞ്ഞൊരു കാര്യമാണ്. നമുക്ക് പാല് തരുന്നൊരു ജീവിയാണ്. അപ്പോൾ ആ പാല് നമുക്കൊരു ആദായമാണ്, നമുക്ക് ഭക്ഷണമാണ്, അതിൽ വരുമാനമുണ്ട്. അതുകൊണ്ട് മറ്റുപകാരങ്ങൾ നിലനിൽക്കുമ്പോൾ അതിനെ മാംസമാക്കുന്നത് അബദ്ധവും വിഡ്ഢിത്തരവുമാണ് എന്നതിലേക്കാണ് റസൂലിൻ്റെ ഈ വാക്ക് സൂചിപ്പിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഇതിന് വലിയ പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ച് ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ വരുമ്പോഴൊക്കെ ഈ രാജ്യത്ത് വലിയ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു വിഷയമാണ് ഇവിടുത്തെ ബീഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും അനുബന്ധമായി നിൽക്കുന്ന പ്രശ്നങ്ങളുമൊക്കെ. ഇപ്പോൾ ഇന്നലെയും മദ്രാസ് ഹൈക്കോടതിയിൽ ഉത്തരവുണ്ടായി, ഗോവധ നിരോധനം പാസ്സാക്കിയിട്ടുണ്ട്. അടിയന്തരമായി നടപ്പിലാക്കണമെന്ന ഒരു പ്രഖ്യാപനവും വന്നിട്ടുണ്ട്. ഈ രാജ്യവ്യാപകമായി ഓരോ തലസ്ഥാനങ്ങളിലും ഇതിങ്ങനെ നിയമമാക്കപ്പെടുകയും ആ നിയമങ്ങൾ കർക്കശപൂർവ്വം നടപ്പിലാക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പ്രതിക്കൂട്ടിൽ എന്ന പോലെ നിൽക്കേണ്ടി വരുന്നവർ മുസ്ലിമീങ്ങളാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ മാംസം കഴിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ബലിദാനം എന്നുള്ളതും അവിടെ വിഷയമാക്കപ്പെടുന്നു എന്നുള്ളത് വലിയൊരു വിഷയമാണ്. സത്യത്തിൽ ഇവിടെ ഈ മൃഗങ്ങൾ, പ്രത്യേകിച്ച് ഗോമാതാവ് അല്ലെങ്കിൽ ഈ ഗോക്കളോട്, പശുക്കളോടുള്ള പ്രത്യേകമായ സ്നേഹമോ ആദരവോ ബഹുമാനത്തിൻ്റെയോ പേരിലല്ല ഈ പ്രശ്നങ്ങൾ ഇവിടുത്തെയും വഷളായി ഇതുവരെ എത്തിയിട്ടുള്ളത്. ഈ പശുവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന് ഒരുപാട് പറയാനുണ്ടല്ലോ. ഈ ഇസ്ലാം വിശുദ്ധ ഖുർആൻ നോക്കുക. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം, ഏറ്റവും മഹത്തായ അധ്യായം, ഏറ്റവും കൂടുതൽ ആയത്തുകൾ നിലനിൽക്കുന്ന അധ്യായം എന്നുള്ളത്, ഏറ്റവും വിശാലമായ ചർച്ച നടക്കുന്ന അധ്യായവും നിങ്ങൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കണമെന്ന് പറഞ്ഞൊരു അധ്യായവും ഏതാണ്? സൂറത്തുൽ ബഖറയാണ്. പശു എന്നതിന്റെ പേര്. പശു എന്ന് പേരിട്ടിട്ടാണ് ഒരു ചാപ്റ്റർ അള്ളാഹു വെച്ചിരിക്കുകയാണ് വിശുദ്ധ ഖുർആനിൽ. അള്ളാഹു മാനവരാശിയോട് സംസാരിക്കുന്ന ആ സംഭാഷണത്തിന്റെ മൊത്തം ഒരു അധ്യായത്തിന്റെ മുഴുവൻ പേരായി അള്ളാഹു നിശ്ചയിക്കുന്നത് പശു എന്ന പേരാണ്. എന്നിട്ടൊരു പശുവിന്റെ ചരിത്രവും വിശുദ്ധ ഖുർആൻ അവിടെ വിശദീകരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അൻആം എന്ന പേരിൽ, കന്നുകാലികൾ എന്ന പേരിൽ ഒരു അധ്യായമുണ്ട്. ആ കന്നുകാലികളിലൂടെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തെ എണ്ണി പറയുന്നുണ്ട്. സാമൂഹിക രംഗത്ത് ഒരു ആരാധനാമൂർത്തിയായിട്ടല്ല ഒരിക്കലും ഇസ്ലാം പശുക്കളെയോ കൊട്ടകങ്ങളെയോ മാടുകളെയോ ആടുകളെയോ പരിചയപ്പെടുത്തിയത്. മനുഷ്യന് ആദായമായിട്ടാണ്. ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ സാമ്പത്തിക ഭദ്രതയുടെ അടിത്തറ അന്വേഷിക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവ മേഖലയാണ് കന്നുകാലികളെന്ന്. അതുകൊണ്ട് കന്നുകാലികളെന്ന സമ്പത്ത് ഒരളവിൽ കൂടുതൽ ഉണ്ടാകുമ്പോൾ അവന് സക്കാത്ത് കൊടുക്കണമെന്ന് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. അതൊരു സമ്പത്താണ്. കൃഷി പോലെ തന്നെ നമ്മുടെ മറ്റു കാർഷിക ഉൽപ്പന്നങ്ങൾ എന്ന പോലെ തന്നെ നമുക്ക് സ്വർണവും വെള്ളിയും എന്ന പോലെ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന കറൻസികൾ എന്ന പോലെ തന്നെ നമ്മുടെ വലിയൊരു ആദായ മേഖലയാണ്. മനുഷ്യൻ നിലനിൽപ്പിന് ആവശ്യമായ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് കന്നുകാലി സമ്പത്ത് എന്നുള്ളത്. ആ കന്നുകാലിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് ഇന്ന് പശുക്കൾ എന്നുള്ളത്. അതുകൊണ്ട് പശു എന്ന പേര് പോലും അള്ളാഹു ഖുർആനിൽ വെക്കുന്നത്. പശു ആ നാൽക്കാലിയെയും പരിഗണിച്ചിട്ടൊരു അധ്യായത്തിന്റെ പേര് വെക്കണം മനുഷ്യനോട് സംസാരിക്കാൻ വേണ്ടി. അത്രയും പരിഗണന കൊടുത്ത് പശുവിനോട് നമുക്ക് ആദരവുണ്ടാവണ്ടേ? പക്ഷെ അതിനോട് ആദരവുണ്ട്. കാരണം നമുക്ക് അന്നം നൽകുന്ന ഒരു ജീവിയാണ്. അതുകൊണ്ട് അക്രമം കാണിക്കാൻ പാടില്ല, അതിനെ ദ്രോഹിക്കാൻ പാടില്ല അന്യായമായിട്ട്. ഒരു ഒട്ടകത്തിന്റെ കണ്ണീര് കണ്ട റസൂല് പറഞ്ഞത് വതഖുല്ലാഹു ഫി ഹാദിഹിൽ ബഹായിം എന്ന. ഒരു ഒട്ടകത്തിന്റെ കണ്ണീര് കണ്ട റസൂല് പറഞ്ഞത് ആരാ ഇതിന്റെ യജമാനെന്ന്? ആരാ ഇതിന്റെ യജമാൻ? റസൂല് എന്റേതാണെന്ന്. നിങ്ങളേതായിട്ടാണോ ഇത് വിഷമം പറയുന്നതെന്ന്, ഇത് ഈ കരയുന്നത് ഒട്ടകത്തിന്റെ കണ്ണീര്? നിങ്ങൾക്കിതുകൊണ്ട് ഉപകാരമെടുക്കാം. ആ ഉപകാരം അതിന് താങ്ങാവുന്നതിന് അപ്പുറമാകാൻ പാടില്ല. ഭാരം ചുമപ്പിക്കാൻ വേണ്ടിയാണ് മൃഗങ്ങളെന്ന് കണക്കാക്കിയിട്ട് അതിന് താങ്ങാൻ കഴിയാത്ത ഭാരം ചുമപ്പിക്കാൻ പാടില്ലല്ലോ. അത് മാത്രമല്ല, നിങ്ങൾ ഉപകാരമെടുക്കുന്ന കന്നുകാലികളുടെ ഭക്ഷണം, വെള്ളം, അതിന്റെ സൗകര്യങ്ങൾ നോക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ എന്ന് പടച്ചവൻ സൂക്ഷിക്കണേ എന്ന് ഈ വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കന്നുകാലികൾക്ക് വേണ്ടി ശബ്ദം കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവയെ നമുക്ക് ഉപയോഗിക്കാം, ആദായമെടുക്കാം, മറ്റു കൃഷിയിടങ്ങൾ ഉപയോഗിക്കാം, എല്ലാ അർത്ഥത്തിലും. ഈ ബക്കറയുമായി ബന്ധപ്പെട്ട് വന്ന ചർച്ചയിൽ പോലും എല്ലാ പശുക്കൾ ഏതൊക്കെ ഇനമുണ്ട്, ഏതൊക്കെ രീതിയിലാണ് മനുഷ്യർ ഉപയോഗിക്കുന്നത്, തുസീറുള്ള തസ്കിൽ ഹർസ മുസല്ലമത്തുൽ ആശിയത്തു ഫിഹാ എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങൾ കാണാൻ കഴിയുന്നത്. കൃഷിക്ക് ഉപയോഗിക്കാൻ കന്നുകാലികൾ ഉപയോഗിക്കാറുണ്ട്, പശുക്കളെ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാം, വാഹനങ്ങൾ ചുമപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാം, ചരക്കുകൾ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കാം. ഈ വിധത്തിലൊക്കെ അതിന്റെ ഉപയോഗങ്ങളെ കുറിച്ചും ഖുർആൻ പറയുന്നുണ്ട് അവിടെ.
അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്ന പശു എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലുണ്ടായ ആ സംഭവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അവിടെ അതൊക്കെ വിശദീകരിക്കപ്പെടുകയാണ്. ഏതൊക്കെ കാര്യങ്ങൾക്കാണ് പശുക്കൾ ഉപയോഗിക്കപ്പെടുന്നത്, അതിൽ നിന്ന് എങ്ങനെ ആദായം എടുക്കാമെന്ന്. അപ്പൊ ഈ വിധത്തിലാണ് ഇസ്ലാം ഈ പശുക്കളുടെ വിഷയത്തിൽ നിരീക്ഷണമുള്ളത്. ഇത് ആദരിക്കണം, ആരാധിക്കാൻ പാടില്ല, ഒരിക്കലും പാടില്ല. ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ആദരിക്കാൻ. കാരണം നമ്മൾ വരുമാന മേഖലയാണ്, അതുകൊണ്ട് തന്നെ പരിഗണിക്കപ്പെടേണ്ട ജീവിവർഗമാണവ. ആ പരിഗണന എന്നുള്ളത് ഒരിക്കലും മനുഷ്യന് മീതെ നിൽക്കാൻ പാടില്ല. പശുവിനോടുള്ള പരിഗണന പേരിൽ മനുഷ്യന്റെ കഴുത്തറക്കുന്നത് അന്യായവും അക്രമവുമാണ്. ഇസ്ലാം ഒരിക്കലും അത് പഠിപ്പിക്കുന്നില്ല. ഇനി മറുവശത്ത് എന്തുകൊണ്ട് ഇത്തരം ചിന്താഗതികൾ കടന്നു വരുന്നു? ഇതിനെ ആരാധനാമൂർത്തിയാക്കുന്നവർ, അതിനെ ആരാധനാമൂർത്തിയാക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും ഇന്ന് വരെ ഇന്ത്യയിൽ ഇതുവരെയും ഒരു പശുവിനെ ആരാധിക്കുന്ന അമ്പലങ്ങൾ പണിയപ്പെട്ടിട്ടില്ല. ഇത് കൗ പൊളിറ്റിക്സ് എന്ന് പറയുന്ന പശുവിന് മുമ്പിൽ വെച്ചുന്ന പശു രാഷ്ട്രീയമാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. 857 കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാരും വളരെ വിജയകരമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഇതെന്നുള്ളത്. ഈ കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കുക, ജനങ്ങൾക്കിടയിൽ സാമുദായികമായി വിഘടനം ഉണ്ടാക്കുകയും സ്പർദ്ധയുണ്ടാക്കാനും ആവശ്യമായ ഒരു ആയുധമായിരുന്നു, ഒരു വെപ്പണായിരുന്നു ആ കാലഘട്ടത്തിൽ പശു എന്നുള്ളത്. അത് വിജയകരമായി ശിപ്പായി ലഹളയെ തുടർന്ന് ഈ രാജ്യത്തുണ്ടായ ഡിവൈഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, സാമുദായിക വിഭജനത്തിന്റെ കാരണം എന്നുള്ളത് പശുവാണ്. അത് മുതൽ ഇങ്ങോട്ട് ഈ രാജ്യത്തിന്റെ ചരിത്രം നാളിതുവരെ എടുത്തു നോക്കിയാലും പശു പ്രധാനപ്പെട്ട ഒരു വിഭജനത്തിന്റെ കാരണമായി മാറിയിട്ടുണ്ട്. സമുദായങ്ങൾക്കിടയിൽ സംഘടനം ഉണ്ടാക്കാനും സ്പർദ്ധയുണ്ടാക്കാനും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയും പശുവിനെ മുമ്പിൽ വെച്ച് കളിച്ചിട്ടുണ്ട്. ഇരയാക്കപ്പെട്ടത് അപ്പോഴും ബ്രിട്ടീഷുകാരൻ ഭരിക്കുമ്പോഴും അതിനുശേഷവും ഈ രാജ്യത്ത് പശുവിന്റെ പേരിൽ ബലിയർക്കപ്പെടുന്നത് പച്ച മനുഷ്യർ, മുസ്ലിമീങ്ങളായിരുന്നു മഹാഭൂരിപക്ഷവും. പച്ച മനുഷ്യർ. അഖിലക്കിന്റെ ദാദ്രി കൊല മുതലാണ് പശുവുമായി ബന്ധപ്പെട്ട് ഗോവധത്തിന്റെ നിരോധന നിയമങ്ങൾ നിഷേധിച്ചതിന് പേരിൽ ആൾക്കൂട്ടങ്ങൾ മനുഷ്യരെ കൊല്ലാൻ ഇറങ്ങിയിരിക്കുന്നു എന്ന ഭയവും ചർച്ചയും ഇന്ത്യയിൽ വ്യാപിച്ചതെങ്കിൽ അതിനു മുമ്പ് തന്നെ ഇവിടെ ഉണ്ടത്. 1867 കാലഘട്ടങ്ങളിൽ 1867 കാലഘട്ടം ശക്തമായ നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട് ആശയങ്ങൾ രൂപപ്പെട്ടു വരുന്നുണ്ട്. അതിനുശേഷം ഗോൾവാക്കറിന്റെ നയം ബ്രിട്ടീഷുകാരെ വിട്ടുപോകുമ്പോഴും ഗോൾവാക്കർ പ്രധാനമായിട്ട് ഉയർത്തിപ്പിടിച്ചത് ഈ രാജ്യത്ത് ഹിന്ദുത്വ ഏകീകരണം ഉണ്ടാവുകയും അഹിന്ദുക്കളെ അപരവൽക്കരിക്കാനുമുള്ള ഒരു മാനദണ്ഡമായിട്ട് മുന്നോട്ട് വെച്ചതും പശുവാണ്. പശുക്കളോടുള്ള ആരാധന അത് മുമ്പിൽ വെച്ചിട്ട് അത് നമ്മുടെ ശ്രീകൃഷ്ണന്റെ ഏറ്റവും പ്രിയപ്പെട്ട ജീവിയാണെന്നും ആ തരത്തിൽ അവരുടെ സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലാതെ അവരുടെ വേദങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. വേദങ്ങളിൽ ഐതിഹ്യങ്ങളിൽ മാത്രം നിന്നിട്ട് പശുവിനെ ആരാധനാമൂർത്തിയായി അവതരിപ്പിച്ച് അമ്മയായി അവതരിപ്പിച്ചിട്ട് ഹിന്ദു വികാരം ഇളക്കിവിടുക, അല്ലാതെ അതിനപ്പുറത്തേക്ക് ഋഗ്വേദമാവട്ടെ സാമവേദമാകട്ടെ അല്ലെങ്കിൽ ഉപനിഷത്തുക്കളാകട്ടെ ആ വേദങ്ങളിലേക്കും ഉപനിഷത്തുകളിലേക്കും പോയാൽ മാംസം ആഹരിക്കപ്പെട്ടിട്ടുണ്ട്, പശുവിന്റെ ഇറച്ചി ഭക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ പുരാണങ്ങളിലൊക്കെ അത് കാണാൻ കഴിയും. പക്ഷെ അതല്ല പ്രശ്നം. അതൊരു അവർക്ക് ആവശ്യം ഒരു കമ്മ്യൂണൽ ബാലൻസ് ഉണ്ടാക്കണം, ജനങ്ങൾക്കിടയിൽ വിഭജനം ഉണ്ടാക്കണം. അതിന് പശുവിനെ അവതരിപ്പിക്കേണ്ട രീതി ഇങ്ങനെയല്ല. ഭക്ഷണമാക്കാൻ പാടില്ല. ഒരു സമൂഹം ആദരിക്കുന്ന ആരാധിക്കുന്ന മൂർത്തിയായ പശുക്കളെ ക്രൂരമായി കൊന്ന് ആഘോഷിക്കുന്ന ഒരു സമൂഹം എന്ന നിലയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടണം. അങ്ങനെ സ്പർദ്ധയുണ്ടാക്കണം ജനങ്ങൾക്കിടയിൽ. ഇതായിരുന്നു താല്പര്യം. അത് ഹിന്ദുക്കൾക്കിടയിൽ ഏകീകരണം ഉണ്ടാക്കാൻ, അതോടൊപ്പം തന്നെ അഹിന്ദുക്കൾക്കിടയിൽ അപരവൽക്കരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമുള്ള ഒരു പ്ലാൻ പദ്ധതിയായിരുന്നു ഇത്. അത് 1967 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ പശു എന്നൊരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് BJP 14 നിന്ന് 35 MPമാർ പാർലമെന്റിലേക്ക് കയറി വന്നിട്ടുള്ളത്. എന്തിനാ 2014 മോഡി സർക്കാർ ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോഴും പിങ്ക് വിപ്ലവം എന്ന നിലയിൽ പശുവിന്റെ മാംസം, നമ്മുടെ അമ്മയുടെ മാംസമാണ് ഈ കോൺഗ്രസ്സുകാർ ഈ രാജ്യത്ത് നിന്ന് കടത്തിക്കൊണ്ടു പോയിട്ട് കോടികൾ സമ്പാദിക്കുന്നത് എന്ന് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് സങ്കടപ്പെട്ട് കരഞ്ഞുപോയ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. കണ്ണീർ തൂകിക്കൊണ്ട് നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങൾ ഈ രാജ്യത്ത് വ്യാപകമായിട്ട്, ആ പ്രസംഗങ്ങളും അനുബന്ധമായി നടത്തിയ പ്രവർത്തനങ്ങളും, ഒരു പിങ്ക് വിപ്ലവം എന്ന പേരിൽ പശുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രഭാഷണങ്ങൾ, അതൊക്കെ വൈകാരികമായ ഒരു സമൂഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. 2014 അധികാരത്തിലേക്ക് വരുമ്പോൾ നോക്കൂ, ആ സമയത്ത് 2010-14 കാലഘട്ടങ്ങളിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ 5ാം സ്ഥാനത്ത് ഇന്ത്യ നിൽക്കുകയാണ്. അതും ഒരു കാരണമായിട്ടുണ്ട്. അതും ഒരു കാരണമായി എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ പ്രസംഗങ്ങളും കണ്ണീരും ഒക്കെ. ഈ കണ്ണീരൊക്കെ കണ്ട ആൾക്കാർ നമ്മുടെ അമ്മയെയാണ് ഒരു ക്രൂരമായി പണത്തിന് വേണ്ടി കൊല്ലുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം മാറി ചിന്തിച്ചു. ഭരണം മാറി. പക്ഷെ ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യം 2026 ഇന്ത്യ 2ാം സ്ഥാനത്താണ്. 2020 1ാം സ്ഥാനത്താണ്. ബ്രസീലും ഇന്ത്യയും തമ്മിൽ ബീഫ് എക്സ്പോർട്ടിന്റെ വിഷയത്തിൽ 1-2 സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 2ാം സ്ഥാനത്താണ്. ഈ ഗോക്കളെ രക്ഷിക്കാൻ വേണ്ടി വന്നു എന്ന് പറയുന്ന അതേ ഭരണകൂടം, അതിൽ പ്രശ്നമില്ല, അതൊരു പ്രശ്നമല്ല. അൽ കബീർ എന്നും അൽ നൂർ എന്നും അൽ ഹംദ് എന്നൊക്കെ പറയുന്ന പേരുകളിൽ നടക്കുന്ന ഒട്ടനവധി കമ്പനികൾ, ഈ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളെല്ലാം തന്നെ ഹിന്ദുക്കളുടെയാണ്.
ഹലാൽ സർട്ടിഫിക്കറ്റും മുസ്ലിം പേരുകളും വെച്ചുകൊണ്ട് അവർ പൂർണ്ണമായി ഇന്ന് ബീഫ് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഈ കച്ചവടമൊക്കെ നടത്തിയിട്ട് അവസാനം എന്ത് ചെയ്യുന്നു? ബീഫിന്റെ ഗോവധ നിരോധനം നടപ്പിലാക്കണം, അതിന്റെ പേരിൽ പ്രത്യേകം ഗോ സംരക്ഷണ സമിതികൾ, അതിനുവേണ്ടി സംഘടനകൾ, അതിന്റെ പേരിൽ ജനങ്ങൾ ആൾക്കൂട്ടമായി കടന്നാക്രമിക്കുന്നു. വീട്ടിനകത്തേക്ക് കടന്നു വന്നിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കുന്ന മാംസം എടുത്തിട്ട് മനുഷ്യനെ തല്ലിക്കൊല്ലുന്നു, വെട്ടിക്കീറുന്നു. പച്ച മനുഷ്യനെ, കുഞ്ഞു മക്കളെ പോലും തെരുവിൽ പിടികൂടുന്ന, അവരെ പോലും പിടികൂടിയിട്ട് അവരെ കയ്യിലിരിക്കുന്ന പൊതി പരിശോധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു സമൂഹത്തിന്റെ മനോഭാവം മാറിയിരിക്കുന്നു. പൊതി പരിശോധന, കുഞ്ഞു മക്കളെ കയ്യിലിരിക്കുന്ന പൊതി, ഇത് ഏതാ, ബീഫാണോ ചിക്കനാണോ മട്ടനാണോ എന്ന് ചോദിച്ചിട്ട് അവർ വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനൊക്കെ ക്രിയാത്മകമായി ഈ ഇത്രയും കാലഘട്ടത്തിനിടയിൽ മുസ്ലിമീങ്ങൾ ഇങ്ങനെ പടവരുത്തി നിന്നെങ്കിലും ഇപ്പോൾ ഒന്ന് മാറി ചിന്തിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു പ്രതികരണത്തിന്റെ രീതി മാറ്റിയിട്ടുണ്ട്. എന്ന പരിപാടി എന്ന് നിർത്തിയെന്ന്. പൊതുവിൽ ഈ ഗോക്കളുടെ വിഷയത്തിൽ ഗോവധ നിരോധനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് പശുക്കളാണെന്ന് പറയുമ്പോഴും ഇവിടെ എരുമയും പോത്തും കാളയും ഒക്കെ ഈ ഗണത്തിലാണ്. മുസ്ലിങ്ങൾ കൈവച്ചാൽ, അത് അവരെ ബലിയുടെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്താലോ, അറവുശാലകൾ കൊണ്ടുവന്ന് അറുത്താലോ, കച്ചവടത്തിന് വേണ്ടി കൊണ്ടുപോയാലും കൊണ്ടുവന്നാലും ഒക്കെ ഇത് അവിടെ മൊത്തത്തിൽ എല്ലാത്തിനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏത് കൈകാര്യം ചെയ്താലും കുറ്റമാക്കി കാണുകയും ആൾക്കൂട്ടം ആക്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യം. അതിനുമേൽ കൃത്യമായ പണിഷ്മെന്റുകളില്ല, നിയമ നടപടികളില്ല. ബാധിക്കപ്പെട്ടവന് നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടണം. തെറ്റ് ചെയ്ത് നമ്മളാണ് എന്ന നിലയിൽ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ മാറിയിട്ട് ഞങ്ങൾ ഈ പരിപാടിക്കില്ലാന്ന്, ഞങ്ങൾക്കിത് വേണ്ടാന്ന്. ഇവിടെ ഈ കന്നുകാലി കൃഷി ചെയ്യുന്നത്, ഞാൻ മുമ്പും പറഞ്ഞു, നമുക്ക് ഈ കൃഷിപ്പണി കുറഞ്ഞിട്ടുണ്ട്. കന്നുകാലികളുമായി ബന്ധപ്പെട്ട ഒരു കൃഷി നടത്തുന്നത് പണ്ട് റസൂലിന്റെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സമ്പത്തായിരുന്നു ആടും മാടും, അതാണെങ്കിൽ ഒട്ടകങ്ങളും ഒക്കെ. അതൊക്കെയാണ് ഒരു മനുഷ്യന്റെ സമ്പത്തിന്റെ അടിത്തറ മനസ്സിലാക്കുക. അവൻ എത്ര സമ്പന്നനാണ് എന്ന് നോക്കുന്നത് എങ്ങനെയാണ്, അവൻ എത്ര ആടുണ്ട്, എത്ര മാടുണ്ട്, എത്ര ഒട്ടകമുണ്ടെന്ന് നോക്കിയിട്ടാണ് ഒരാളുടെ സമ്പത്ത് അളക്കുക. പക്ഷെ ഇന്ന് നമുക്ക് ആ പരിപാടിയില്ല. പക്ഷെ ഇന്നും ഈ രാജ്യത്ത് നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യപ്പെടുന്ന ഒരു വിഭവമാണ് ബീഫ് എന്നുള്ളത്. അപ്പോൾ എവിടെ ഈ കൃഷി ചെയ്യുന്നത്, ആരാ ഇതിനെ വളർത്തുന്നത്, എവിടെയാണ് ഈ ഫാമുകൾ ആരാ നടത്തുന്നത്? പ്രധാനമായിട്ടും ഇവിടെ ഏറ്റവും കൂടുതൽ കന്നുകാലികളെ കൃഷി ചെയ്യുന്നത് ഈ രാജ്യത്തെ ഹിന്ദുക്കളാണ്. ഈ ഹിന്ദുക്കൾപ്പെട്ട കീഴ്ജാതിക്കാരാ. ഈ ബംഗാളിൽ ഇപ്പോൾ ഉണ്ടായ പ്രതിസന്ധി എന്താണ്? അവരെല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി കന്നുകാലികളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ബലിപെരുന്നാൾ കണ്ടിട്ട്. കാരണം ആ രാജ്യത്ത് അത്ര വ്യാപകമായിട്ട് ഒരു മഹല്ലുകളിലും 10, 20, 30, 40, 50 വരെ ഉരുക്കളെയാണ് ഈ നമ്മുടെ നാട്ടിൽ പോലും അറബ് ചെയ്യുന്നത്. ഈ ബലിമാംസമെല്ലാം നാടൊട്ടാകെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ കഴിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഒരാഴ്ചയെങ്കിലും, പലപ്പോഴും മിനിമം ഒരാഴ്ചയെങ്കിലും ഒരു വീടിന്റെ ഒരു ആഹാരത്തിന്റെ ഭാഗമാകാൻ ഈ ഉദ്ഹയ്യ മൃഗങ്ങൾക്ക് കഴിയുന്നുണ്ട്. മനുഷ്യന്റെ പട്ടിണി മാറ്റുന്നത് വലിയൊരു പുണ്യമല്ലേ? പട്ടിണിയേക്കാൾ പശുവിന് വില കൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഈ വർഗീയ ധ്രുവീകരണം ഉണ്ടാവുന്നത്. ഈ മനുഷ്യന്റെ പട്ടിണി മാറ്റുന്ന ഒരു പ്രക്രിയയെ അറപ്പോടെ അല്ലെങ്കിൽ വെറുപ്പോടെ കാണുക, അതിൽ വെറുപ്പ് സൃഷ്ടിക്കുക. അതിന്റെ എന്താണ് അതിന്റെ ഉപയോഗമെന്ന്, എന്തിനു വേണ്ടിയാണ്? അഭിമാനികളായ മനുഷ്യർക്ക് വീട്ടിലേക്ക് കൊടുക്കും. കാടിയാണെങ്കിലും മൂടി കൊടുക്കുന്ന ചില ആൾക്കാരുണ്ട്. അഭിമാനത്തോടെ ജീവിക്കുന്നവർ, അവരെ വീട്ടിൽ ഭക്ഷണമായി എത്തണം. ചോദിച്ചു വരുന്ന എല്ലാ മനുഷ്യനെയും വലിപ്പം നോക്കാതെ കൊടുത്തുകൊണ്ടും ഇരിക്കണം. എല്ലാ മനുഷ്യർക്കും കൊടുക്ക്, അവർ കഴിക്കട്ടെ എന്ന്. അത് ഖുർആൻ പറയുന്നത്. മനുഷ്യന്റെ ഭക്ഷണമാകാൻ വേണ്ടിയിട്ട് കൂടി ഈ കർമ്മം മുന്നോട്ട് വെക്കുന്നത്. ഇന്ന് ലോകത്ത് മനുഷ്യർ കഴിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം മാംസാഹാരമാണ്. മാംസവും മത്സ്യവും മാറ്റിവെച്ചുകൊണ്ട് ജീവനല്ലേ എടുക്കണ്ട. നമുക്ക് സസ്യങ്ങൾ മാത്രം തിന്നാൽ മതി എന്ന് പറഞ്ഞാൽ 700 കോടി ജനങ്ങൾ പട്ടിണി കിടന്ന് ചാവും. വേറെ എന്താ ഇവിടെ ഭക്ഷണമുള്ളത്? ഏറ്റവും കൂടുതൽ മനുഷ്യർ കഴിക്കുന്നത് നമ്മുടെ ഈ തിരുവനന്തപുരം സിറ്റിക്കകത്ത് മാത്രം എത്ര മാംസമാണ് ഒരു ദിവസം ഭക്ഷിക്കുന്നത്? അതെല്ലാം മുസ്ലിങ്ങളിൽ തിന്നെയല്ലേ? മുസ്ലിങ്ങൾക്ക് മിക്കവാറും ഒക്കെ മാംസാഹാരം അധികം കഴിക്കുന്ന ആൾക്കാരാ. പെരുന്നാൾ വന്നാലും കഴിക്കുന്ന ആൾക്കാർ, ഉദ്ഹിയയും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ മത്സ്യം കഴിക്കാനും അല്പം പച്ചക്കറി കഴിക്കാനും ഒക്കെ ആഗ്രഹം. ഇവ നമ്മുടെ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയാൽ മുസ്ലിങ്ങൾ തള്ളൽ കാണാം. എല്ലാവരും മുസ്ലിങ്ങളായിരിക്കും സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇവിടെ ഷവായി മന്തിക്കടകളിലേക്ക് എന്നാൽ ഹിന്ദുക്കളുടെ തള്ളു കാണാം. അവർക്ക് അത് കാണാം. അവർ ഇത് പച്ചക്കറി നിന്ന് മടുത്തിരിക്കുകയാണ്. അവർക്ക് ബീഫ് വേണം, അവർക്ക് പൊറോട്ട വേണം, അവർക്ക് ചിക്കൻ വേണം, മട്ടൻ വേണം, ഇറച്ചി തിന്നാൻ വേണ്ടി ആൾക്കാർ. മനുഷ്യന്റെ പടപ്പ് പോലും അങ്ങനെയാണല്ലോ. പ്രകൃതി തന്നെ അങ്ങനെയാണ്. മത്സ്യവും മാംസവും പച്ചക്കറികളും ഒക്കെ കഴിക്കാവുന്ന വിധം ഒരു മിശ്ര ഫുക്കുകളായി പടച്ചവൻ മനുഷ്യനെ പടച്ചിരിക്കുന്നു. മനുഷ്യന് കഴിക്കാൻ വേണ്ടി ഈ കൊമ്പല്ലുകൾ കൊടുത്തിട്ടുള്ളത്. ഈ പല്ലുകൾ സംവിധാനിക്കുന്നത് പോലും ഓരോ ജീവിഘടനയിലും അതിന് സസ്യം മാത്രം കഴിക്കുന്നവർക്ക് ആ തരത്തിലുള്ള പല്ലുകൾ, മാംസം മാത്രം കഴിക്കുന്നവയ്ക്ക് ആ തരത്തിലുള്ള പല്ലുകൾ, രണ്ടും കഴിക്കുന്ന ആ വിധത്തിലുള്ള പല്ലുകൾ. ഈ പല്ലുകൾ സംവിധാനിച്ചതിൽ പോലും മനുഷ്യ സൃഷ്ടിപ്പ് എങ്ങനെ ഇരിക്കുന്നു? ഇത്ര മനോഹരമായിട്ട് പടച്ചവൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അല്ലാഹു ഹലാലാക്കിയ ഭക്ഷണങ്ങൾ ഹറാമാക്കേണ്ട കാര്യമില്ല. ആരും ആക്കേണ്ട കാര്യമില്ല, ആർക്കും കഴിക്കാം. ഈ ജില്ലക്കകത്ത് മാത്രം എത്ര രൂപയുടെ മാംസം ആഹാരമാണ്, എത്ര കിലോ കണക്ക് മാംസമാണ് വിറ്റഴിക്കപ്പെടുന്ന ദിവസം ആഹാരമാക്കുന്നത്. ഈ സാധനമൊക്കെ മാറിയെന്നാൽ കോഴി ഇറക്കണ്ട, ആടിനെ ഇറക്കണ്ട, മാടിനെ ഇറക്കണ്ട, ഇതിനെങ്ങും ഭക്ഷണമാക്കണ്ട എന്ന് തീരുമാനിച്ചാൽ ഒരു വലിയ സമൂഹത്തിന്റെ ഭക്ഷണ മേഖല തകരാറിലാവില്ലേ? അതുമാത്രമല്ല, വരുമാന മാർഗം ബംഗാൾ ബാധിച്ചതുപോലെ ജനങ്ങൾ ഇന്നും ആദായം കണ്ടെത്തുന്ന പ്രധാനപ്പെട്ട മേഖലയാണ് കന്നുകാലികൾ. ഈ കന്നുകാലികളെ വിറ്റ് കിട്ടുന്ന പൈസയ്ക്ക് വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് ബംഗാളിലെ പാവപ്പെട്ട ജനങ്ങൾ, ഈ കന്നുകാലി കർഷകർ
അവർക്ക് ആകെ വില കൂടുതൽ കിട്ടുന്നത്, മോഹവിലക്ക് ഉരുപ്പടി വിറ്റ് പോകുന്നത് ഈ ബലിപെരുന്നാളാവുമ്പോഴാണ്. അതുകൊണ്ട് നല്ല കൈത്തീറ്റ കൊടുത്ത്, നല്ല കൈത്തീറ്റ കൊടുക്കണം. കാരണം ഇപ്പം നമുക്കിടയിൽ ഉദഹയ്യത്തുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നല്ല മൃഗത്തെ കൊടുക്കണം. അത് ചട്ടമാണ്. റസൂൽ പ്രോത്സാഹിപ്പിച്ചത് നല്ല മൃഗത്തെ കൊടുക്കണം, നല്ല ഉരുവിനെ കൊടുക്കണം, അതിന് എല്ലാ ക്വാളിറ്റിയും ഉണ്ടാകണം. പക്ഷെ അതൊക്കെ മാറിയിട്ട് ആൾക്കാർ ഒരു ക്രെഡിറ്റ് എടുക്കുന്നത് പോലെ, ഞാൻ 2.5 ലക്ഷം രൂപയുടെ ഒരു പോത്താണ് വാങ്ങിച്ച് ഉദഹി കൊടുത്തത് എന്ന നിലയിലൊക്കെ ആൾക്കാർ വലിപ്പം കാണിക്കാൻ വേണ്ടിയിട്ട് പല മത്സരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതും വലിയ പ്രോത്സാഹിക്കാൻ പറ്റുന്ന സംഗതിയാണ് തോന്നുന്നില്ല. നല്ല മൃഗത്തെ ഇറക്കുക, കൂടുതൽ മാംസമുള്ള ഇറക്കുക. പക്ഷേ ഈ മാംസം ഈ മിക്കവാറുമൊക്കെ 2.5-3 ലക്ഷത്തിനൊക്കെ വാങ്ങിക്കുന്നതെങ്കിലും കഴിക്കാൻ അത്ര സുഖമുള്ള ഇറച്ചിയായിട്ടങ്ങ് തോന്നാറില്ല. ഈ മത്സരങ്ങൾ ഒഴിവാക്കുക, അനാവശ്യമായ മത്സരങ്ങൾ, ആളെ കാണിച്ച് ഗമ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ നെയ്യത്ത് നന്നാവുക. അള്ളാഹുവിന് ആവശ്യം നിങ്ങൾ 5 ലക്ഷം രൂപയുടെ അറുത്താലും, നിങ്ങൾ 1 ലക്ഷത്തിന് അറുത്താലും, 50,000 അറുത്താലും തഖ്വയാണ് പ്രധാനം. നിങ്ങളൊരു ആടിനെയാണ് ഇറക്കുന്നതെങ്കിലും നിങ്ങളുടെ തഖ്വയാണ് പ്രധാനം. അല്ല ആൾക്കാരെ ശ്രദ്ധ പിടിക്കാൻ, മാധ്യമ ശ്രദ്ധ പിടിക്കുക, എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടുക, സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് വൈറലാവുക, ഇനി സുൽത്താൻ എന്ന പേര് അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ പേരുള്ള വലിയ മൃഗങ്ങളെ കൊണ്ടുവന്നു ഈ മഹലിൻ്റെ ക്രെഡിറ്റ് ആവട്ടെ എന്ന നിലയിലേക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടി, ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഈ പരിപാടി ചെയ്യില്ല. ഇത് ഉദ്ഹയ്യത്താണ്, അള്ളാഹുവിന് വേണ്ടി നടത്തുന്ന ബലികർമ്മമാണ്. ആദ്യം അത് ഉണരണം, ആ ചിന്ത നമുക്കുണ്ടാവണം. പടച്ചവന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന നന്മയാണ് എന്ന് ചിന്ത ഉണ്ടാവണം. അതുകൊണ്ട് അനാവശ്യ മത്സരങ്ങൾ വേണ്ട. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ കന്നുകാലികൾ കൈത്തീറ്റ വില കൊടുത്തിട്ട് നല്ല നിലയിൽ പൈസ മുടക്കിയിട്ട്, നമുക്കറിയാം പുണ്ണാക്കിൻ്റെ വില, ഇതിന് വളർത്തിയെടുക്കാനുള്ള ശ്രമം, എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇതെല്ലാം കടന്ന് ഇവർ വിൽക്കാൻ വരുമ്പോൾ ബലി കാലഘട്ടത്തിലാണ്, പെരുന്നാൾ കാലഘട്ടത്തിൽ മാന്യമായ വില, മോഹവിലയാണതിന്. ആ മാന്യമായ വില കിട്ടും. ആ വില കിട്ടിയാൽ ആ വില കൊണ്ട് ആ കാലഘട്ടത്തിൽ ആ സമയത്ത് അവർക്ക് ലക്ഷ്യം പ്രാപിക്കാം, ഒരു കടം തീർക്കാം, അല്ലെങ്കിൽ ഒരു ബാധ്യത തീർക്കാം, അല്ലെങ്കിൽ വണ്ടി എടുക്കാം, അല്ലെങ്കിൽ ഒരു വസ്തുവിന് അഡ്വാൻസ് കൊടുക്കാം, അവരെയൊക്കെ നാട്ടിലൊരു വീട് മേയാം. അങ്ങനെ എന്തെങ്കിലും ഒരു വാർഷിക പദ്ധതി നടപ്പിലാക്കും. ബാക്കി വരുന്ന പൈസയ്ക്ക് കുറേ കിടാക്കളെ മാറ്റിയിടും, അടുത്ത വർഷം പിന്നെയും വിൽക്കണമല്ലോ. ഇതാണ് അവർ ജീവിച്ചു പോകുന്ന പദ്ധതി. പക്ഷെ ഇന്ന് ബംഗാളിലെ മുസ്ലിമീങ്ങൾ ഇത് വേണ്ട തീരുമാനിച്ചു. ഇത് വാങ്ങിച്ചുകൊണ്ട് പോകാൻ നിവൃത്തിയില്ല. പണം കൊടുത്ത് വാങ്ങിച്ചിട്ട് അവസാനം കഴുത്തിന് കത്തിയിരിക്കുക. ഇത് വീടത്തില്ല. ഈ കന്നുകാലികൾ ഇവർ കൊള്ളയടിച്ചു കൊണ്ടുപോയിട്ട് ഇവിടുത്തെ ഫാമുകൾ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഇവിടുത്തെ കയറ്റുമതി ചെയ്യുന്ന എക്സ്പോർട്ട് കമ്പനികൾക്ക് ചുളുവിലയ്ക്ക് കൊടുക്കുന്നു. വല്ലവന്യ സമ്പാദ്യമല്ലേ, വണ്ടിയിൽ നിന്ന് പിടിച്ചെടുത്തതല്ലേ. അപ്പൊ ആളെ അടിച്ചു ഓടിച്ചിട്ട് ഈ കന്നുകാലികളെ കൊണ്ടുപോയി ചെറിയ വിലയ്ക്ക് ഒരു വിൽക്കുന്നു. ഈ കൊള്ളയ്ക്ക് ഇരയാകാൻ വയ്യ, ഈ കൊലപാതകങ്ങൾക്കും ഭീകരാന്തരീക്ഷത്തിനും ഇരയാകാൻ വയ്യ. അതുകൊണ്ട് നമുക്ക് ഇത് വേണ്ട എന്ന് കൈ മലത്തിയപ്പോ ബാധിക്കപ്പെട്ടവരാരാ? ഇത് കൃഷി ചെയ്യുന്ന പാവങ്ങളല്ലേ. അത് മാത്രമല്ല, ഈ അറവുകൾ നടക്കുമ്പോൾ, പൊതുവിൽ നടക്കുമ്പോൾ ഒരിക്കലും പെണ്ണിന് അഥവാ പെൺ വിഭാഗത്തെ ആട്, അതുപോലെ പശു, ഇങ്ങനെയുള്ള സാധനങ്ങളും പ്രധാനമായിട്ടും ഈ ബലിയുടെ ഭാഗമായി ഉപയോഗിക്കാറില്ല. പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന രീതിയില്ല, ഉപയോഗിക്കാൻ പാടില്ല എന്നിവിടെയും കണ്ടിട്ടില്ല, ഉപയോഗിക്കാറില്ല. പക്ഷേ എന്നാൽ അതിനൊക്കെ നമ്മൾ മിക്കവാറും ഒക്കെ മാംസത്തിന് വേണ്ടി എടുക്കുമ്പോഴും ഈ പെൺ വിഭാഗത്തെ മാറ്റി നിർത്തുക. ആണാടിൻ്റെ ഇറച്ചി എന്നുള്ള ഹോട്ടലിലെ പ്രത്യേകം ഞങ്ങൾ ആണാടിൻ്റെ ഇറച്ചി ഇവിടെ ഉള്ളൂ എന്ന്, അത് കഴിക്കാൻ ആളുള്ളത്. അപ്പോൾ ഈ പെൺ വിഭാഗത്തെ മാറ്റി നിർത്തലാണ് സാധാരണ രീതി. പക്ഷെ എന്നാൽ പോലും കറവ പറ്റിപ്പോയ, മച്ചിയായിപ്പോയ ഒരു പെൺ പശു ഉണ്ടെങ്കിൽ അതിനെ വളർത്തിയെടുത്ത് അത്രയും കാലം പോറ്റിയ ഒരാൾക്ക് പിന്നെ അതിന് ഇനി പ്രസവിക്കില്ല, പ്രസവശേഷിയില്ല, ക്ഷീര കർഷകൻ എന്ന നിലയിൽ പിന്നെ ഉപയോഗിക്കാൻ കഴിയില്ല. പ്രസവിക്കാതെ ഒരു മച്ചിയെ സംബന്ധിച്ചോളം അതിന് പാലും കിട്ടില്ല. പിന്നെ വരുമാനമില്ലാത്ത ഇതിനെ തീറ്റിപ്പോറ്റുക എന്നുള്ളത് ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. അപ്പോൾ ഇതിന് മാംസത്തിന് കൊടുക്കുക, ഇത് ഇറച്ചിക്ക് കൊടുക്കുക. ഇറച്ചിക്കാരത് ഇറച്ചി എടുത്ത് വിറ്റ ശേഷം അതിൻ്റെ തോലും മറ്റു കാര്യങ്ങളും അടുത്ത ഘട്ടത്തിലേക്ക് വിടും. ആ തോല് കൊണ്ട് ചെരുപ്പുകളടക്കമുള്ള ചെരുപ്പുകളും ബാഗുകളും അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ ഈ മാർക്കറ്റിലേക്ക് വരേണ്ടതുണ്ട്. അവർക്ക് റോ മെറ്റീരിയലാണത് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇതിങ്ങനെ ഒരു ചക്രമാണ്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സംഗതിയാണ്. പക്ഷെ അതിനെയാണ് നീ അറക്കാൻ അനുവദിക്കുന്നില്ല. അത് വായിക്കാതെ ഇപ്പോൾ ഒരു പുതിയ രീതി, 14 വയസ്സ് കഴിഞ്ഞിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ച് പരിശോധിക്കണം. 14 വയസ്സായ പശുവിനെ വേണമെങ്കിൽ എടുത്തോളി, നിങ്ങൾ എങ്ങനെ കൊണ്ടുപോയി അറുത്തോളി എന്ന്. ആ നിലയിൽ ഇവർ സംസാരങ്ങളായിട്ടുണ്ട്. ജനങ്ങളെ ബാധിക്കുന്നൊരു പ്രശ്നത്തെ ഏത് രീതിയിലാണ് ഇതിൻ്റെ വിഷയങ്ങളിരിക്കുന്നത്? വെറും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ജനങ്ങൾക്കിടയിൽ വയലൻസ് ഉണ്ടാക്കാൻ വേണ്ടി, ജനങ്ങളെ കൊന്നു തള്ളുന്നതിന് വേണ്ടി, പരസ്പരം സംഘടനം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം നടത്തിയിട്ടുള്ള ഒരു പരിപാടിയാണിത്, ഈ കൗ പൊളിറ്റിക്സ് എന്നുള്ളത്, പശു രാഷ്ട്രീയം എന്നുള്ളത്. അതിന് അവസാനത്തെ അറ്റം വരെ നിന്ദിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ നമ്മളെ സംബന്ധം നമ്മുടെ നിലപാടെന്താണ്? വയ്യാക്ക വൽ ഹലൂബ്, കറവ മൃഗത്തെ അറുക്കണ്ട. ആദായം നൽകുന്ന മൃഗത്തെ, മുട്ടയിടുന്ന കോഴിയും മുട്ടയിടുന്ന താറാവും അതോടൊപ്പം പാല് നൽകുന്ന പശുവും ആടും അതിനെ നിങ്ങൾ അറവ് ചെയ്യാതിരിക്കലാണ് നല്ലത്. കാരണം അതിന് ഉപയോഗമുണ്ടല്ലോ, അത് ആ നിലയിൽ നിങ്ങൾ ഉപയോഗിക്കുക. അതാണ് ഏറ്റവും വലിയ കാര്യമെന്നുള്ളത്. പക്ഷേ ഈ നിലയിൽ പ്രോത്സാഹിപ്പിച്ചതിന് പ്രധാനപ്പെട്ട കാര്യം പോലും ഈ ക്ഷീര കർഷകരായ ഒരു സമൂഹം അവിടെ നിലനിൽക്കുമ്പോൾ ഒരുപാട് ഭക്ഷണ മേഖല സംരക്ഷിക്കപ്പെടും. അത് മാത്രമല്ല പ്രത്യുൽപാദനങ്ങൾ നടക്കും. ഈ പറഞ്ഞ ആടിനെയും പശുവിനെയും ഒക്കെ എല്ലാം ഇറച്ചിക്ക് വേണ്ടി മാത്രം നോക്കിക്കണ്ടാൽ അടുത്ത് ഈ ജീവികൾ ഉണ്ടാകണ്ടേ, പ്രത്യുൽപാദനം നടക്കണ്ടേ, പിന്നെയും കുഞ്ഞുങ്ങൾ ജനിക്കണ്ടേ? അത് ആവശ്യമായതുകൊണ്ട് വളരെ ക്രിയാത്മകമായ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് ഇനിയും കൊണ്ടാവണം. കാരണം ഇതൊക്കെ ആവശ്യമാണ്. നമ്മുടെ ഭക്ഷണത്തിന്റെ പ്രധാനപ്പെട്ട മേഖല മാംസം മാത്രമല്ലല്ലോ, ഈ പാല്, തൈര്, വെണ്ണ, കണക്കിന് ചീസ്, ബട്ടർ, ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ ഭക്ഷണം ഇല്ല.
ഇതെല്ലാം വരുന്നത് എവിടെ നിന്നാണ്? ഈ കന്നുകാലി കർഷകരുടെ ജീവിതത്തിൽ നിന്നാണ്. അപ്പോൾ അവർക്ക് ആവശ്യമായ നിലയിൽ സൗകര്യമൊരുക്കുന്നതിന് പകരം അവരെ പോലും മനോനിലകളിൽ വേറെ വിഷവിത്തുകൾ പാകിയിട്ട് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തമ്മിലെടുപ്പിക്കുക. എന്നിട്ട് ഈ രാജ്യത്ത് നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുക. ഇതാണ് ഇവിടെ നിൽക്കുന്ന സാഹചര്യം എന്നുള്ളത്. നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രശ്നമായിട്ട് ഇതുവരെയും ഇവിടെ എത്തിയിട്ടില്ല. തമിഴ്നാട്ടിൽ വരെ പുതിയ നിയമം പാസ്സായിട്ടുണ്ട്. അവിടുത്തെ ഹൈക്കോടതി, മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഇന്നലെ വന്നിട്ടുണ്ട്, ഗോവധ നിരോധനം നടപ്പിലാക്കണമെന്ന്. ക്രമേണ ഒരു പക്ഷേ ഈ സംസ്ഥാനത്ത് ഗോവധ നിരോധനം ഈ കടലാസിൽ എഴുതപ്പെടും. ക്രമേണ പിൽക്കാലത്ത് അതെന്തെയും കർക്കശമായി നടപ്പിലാക്കും. ഗോസംരക്ഷണ സമിതികൾ ഉണ്ടാകും. അവർ ആൾക്കൂട്ടങ്ങളായി ചിലപ്പോൾ വീടുകളിലേക്ക് കടന്നു വന്നേക്കാം, അടുക്കള വരെയും വന്നേക്കാം. പക്ഷെ അവിടെയൊക്കെ നമുക്ക് പ്രായോഗികമായി ഇപ്പോൾ എടുത്തൊരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഞങ്ങൾക്ക് വേണ്ട നിങ്ങളിനെ കൊണ്ടുപോയിക്കോളാൻ. അതുകൊണ്ടൊക്കെ ഈ ഏറ്റവും നല്ലത് ഇതിനെന്ത് ചെയ്യുക, ഒരു ദേശീയ മൃഗമായിട്ട് പ്രഖ്യാപിച്ചാൽ അത് ഇതിന് ഏറ്റവും നല്ലത്. അപ്പോൾ പിന്നെ ആരും കൈവയ്ക്കില്ലല്ലോ, ആരും കൈവയ്ക്കില്ല. ഈ തെരുവുകളിൽ ചത്തുകിടക്കുക ഈ കേരളം മാറ്റി അങ്ങോട്ട് മാറ്റിയാൽ വടക്കൻ സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഈ സാധനത്തിന് തീറ്റിപ്പോറ്റാൻ കഴിയാതെ പ്രസവം നിർത്തിപ്പോയിട്ടുള്ള മച്ചികളായ പശുക്കളെ ഒഴിവാക്കിയിട്ട് ഉപേക്ഷിച്ചിട്ട് തെരുവുകളിൽ ചത്ത് അഴിഞ്ഞു കിടക്കുന്ന കാഴ്ചകൾ വ്യാപകമായി കാണാൻ കഴിയും. അതങ്ങ് ആർക്കും സങ്കടം ഉണ്ടാക്കൂല, അതൊന്നും സങ്കടം ഉണ്ടാക്കൂല. ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുമ്പോഴും മുസ്ലിമുകൾ ബലിയെറുക്കുമ്പോഴും മാത്രം സങ്കടം തോന്നുന്ന ഒരു പ്രത്യേകതരം വികാരമാണ് ഇവർക്കുള്ളത്. പക്ഷെ ഇവിടെ ഈ സാഹചര്യം നിലനിൽക്കുന്നുവെന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അതൊരു രാഷ്ട്രീയ താല്പര്യം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഇതിനോടുള്ള ആദരവോ ആരാധനയുടെ ഭാഗമായിട്ടുള്ളതല്ല. അതെല്ലാം പൂർണ്ണമായിട്ടൊരു കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാക്കുക, ജനങ്ങൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കിയിട്ട് അധികാരം സംരക്ഷിക്കാനുള്ള ഒരു പൊടിക്കൈ മാത്രമായിട്ടാണ് നിലനിൽക്കുന്നത്. അത് ബോധവൽക്കരിക്കപ്പെട്ടാൽ ഒരു സമൂഹം അല്ലെങ്കിൽ അനുഭവത്തിലൂടെയെങ്കിലും ഇനി മനസ്സിലാക്കുമെന്ന് പ്രത്യാശ വെക്കാവുന്ന ഒരു വിഷയമാണ്. പിന്നെ ഈ സംഭവത്തിന് തുടർച്ചയാണ് നമുക്കിനി പറയാനുള്ളത്. കൂട്ടത്തെ പറഞ്ഞു എന്ന് മാത്രം, ഈ ആക്കവൽ ഹലൂബ് എന്ന്. അതുകൊണ്ട് ആ സഹാബി എന്ത് ചെയ്തില്ല, പെണ്ണാടിനെ അറുത്തില്ല. അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് ഒരു കിടാക്കുട്ടിയെ അറുത്തു, അതിനെന്ത് വേവിച്ചു, ആ ഭക്ഷണം റസൂലിന് മുമ്പിൽ കൊണ്ടുവച്ചു. റസൂൽ കഴിച്ചു, സഹാബത്ത് കൂടെ ഉണ്ട്, 2 കൂട്ടുകാരും കഴിച്ചു. അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതിച്ച് ഒരു പുറത്തിറങ്ങിയിട്ട് റസൂൽ പറഞ്ഞു, ഈ കഴിച്ച ഭക്ഷണത്തിന് അള്ളാഹുവിന് മുമ്പിൽ ചോദ്യം ഉണ്ടാകുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതാണ് റസൂൽ നോക്ക്, നമ്മൾ കഴിച്ച ഭക്ഷണത്തിന് അള്ളാഹുവിൻ്റെ മുമ്പിൽ ചോദ്യമുണ്ടാകുമെന്ന്. നമുക്ക് സാധാരണഗതിയിൽ വിശക്കുമ്പോഴാണ് അള്ളാഹുവിനെ ഓർക്കുക, സങ്കടം വരുമ്പോഴാണ് അള്ളാഹുവിനെ ഓർക്കുക, പ്രശ്നം വരുമ്പോഴാണ് പടച്ചവനെ കുറിച്ച് ആലോചിക്കുക. സമൃദ്ധിയിൽ വിശപ്പടങ്ങിക്കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യമായതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ സന്തോഷത്തിലാണെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ ഓർക്കാറില്ല. നമുക്കിപ്പോൾ സങ്കടവുമില്ല, വലിയ സന്തോഷത്തിലാണ്, വിജയങ്ങൾ കിട്ടിക്കഴിഞ്ഞു, വിശപ്പടങ്ങിക്കഴിഞ്ഞു, നമ്മൾ സമാധാനത്തോടെ ഇരിക്കുമ്പോൾ പടച്ചവനെ ഓർക്കാറില്ല. പക്ഷേ ആ അവസ്ഥയിലാണ് നിങ്ങൾ പടച്ചവനെ ഓർക്കേണ്ടത്. ഇത് അള്ളാഹു നൽകിയ വലിയ നിഅമത്താണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. വിശന്ന് കഴിച്ച ഭക്ഷണത്തിന് അള്ളാഹുവിന് മുമ്പിൽ കണക്ക് പറയണോ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ദാഹിച്ചു കുടിച്ച ഗ്ലാസ് വെള്ളത്തിന് പോലും അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി ഉണ്ട് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇവിടെ നമ്മൾ നോക്കൂ, ഈ ദിവസങ്ങൾ നമ്മളിപ്പോൾ കഴിഞ്ഞു പോകുന്ന ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ പെരുന്നാൾ ദിവസങ്ങളാണ്. റസൂൽ പറഞ്ഞല്ലോ, അയ്യാമു അക്ലിം വശുർബ്. അള്ളാഹു റസൂൽ പറയണ ഈ ദിവസങ്ങൾ അയ്യാമു തശ്രീഖിന്റെ ദിവസം, ഇത് നമ്മുടെ ഈദാണ്, നമ്മുടെ പെരുന്നാൾ ദിവസങ്ങളാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ ഏതെന്ന് റസൂൽ, അഫ്ദുൽ അയ്യാം യൗമുൻ നഹർ സുമ്മ യൗമുൽ ഖർ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ബലിപെരുന്നാൾ ദിവസവും അതിനോട് ചേർന്ന് വരുന്ന അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളുമാണ് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദിവസങ്ങളാണെങ്കിലോ അയ്യാമു അക്ലിം വശുർബ്, നമുക്ക് കഴിക്കാനും കുടിക്കാനുമുള്ള ദിവസങ്ങളാണ്. നമ്മുടെ ഭക്ഷണം സുലഭമായി നമുക്ക് കിട്ടുന്ന ദിവസങ്ങളാണ്. ഒന്നിനും കുറവില്ല. അത് മാത്രമല്ല, ആ തശ്രീഖ് എന്ന വാക്ക് പോലും എന്താണ്, വെയിലത്ത് ഉണക്കുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് തശ്രീഖ്, അഥവാ ഇറച്ചി. ഉദ്ഹിയ്യയുടെ ഇറച്ചി അത് കണ്ടമാനം കിട്ടും, ആൾക്കാർക്ക് കണ്ടമാനം കിട്ടും, എല്ലാവർക്കും കിട്ടും, ആയിക്കോട്ടെ, ഒരുപാട് കിട്ടിക്കോട്ടെ ആൾക്കാർക്ക്. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ ആൾക്കാർ പറയും, അയ്യോ എന്തിനാ ഇത്രയും മാച്ച് ഈ ഫ്രീസറിൽ കുത്തി എനിക്ക് വെക്കണമെന്ന്. കിട്ടേലേ, കിട്ടുമ്പോൾ മാച്ച് വെക്കണം, അത്രേ ഉള്ളൂ. മാച്ച് വെക്കാം. റസൂലിന്റെ കാലഘട്ടത്തിൽ സഹാബാക്കൾ എന്ത് ചെയ്യും, അതിനെ ഉണക്കി സൂക്ഷിക്കും. ഇന്ന് ഫ്രീസ് ചെയ്യുന്ന പോലെ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അവർ വെയിലത്തിട്ട് ഉണക്കും. കാരണം കുറേ ദിവസങ്ങളിലേക്ക് ഇത് ഭക്ഷണമാക്കാൻ കഴിയും, ഒറ്റ ദിവസം കൊണ്ട് എല്ലാം കൂടെ തിന്നീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവർ ഉണക്കി സൂക്ഷിക്കും. ഈ ഉണക്കാനുള്ള ദിവസങ്ങൾ എന്നാണ് അതിനറിയപ്പെടുക. അയ്യാമു തശ്രീഖ്, ഈ 3 ദിവസങ്ങളും ഇറച്ചി ഉണക്കുന്ന ദിവസങ്ങൾ എന്ന നിലയിലാണ് ആ പേരതിന് കിടക്കുന്നത്. പക്ഷെ ഇത് കഴിക്കാനും കുടിക്കാനുള്ള ദിവസമാണ് എന്ന് പറഞ്ഞ് റസൂൽ നിർത്തിയില്ല. പിന്നെന്താ പറഞ്ഞത്, അയ്യാമു ദിക്രില്ല, അള്ളാഹുവിനെ നിങ്ങൾ ദിക്ർ ചെയ്യുന്ന ദിവസം കൂടിയാണ്. അള്ളാഹുവിന് ദിക്ർ ഏറ്റവും കൂടുതൽ അനുഗ്രഹീതമായ, നമ്മൾ ആനന്ദത്തിലൂടെ കടന്നു പോകുന്ന, സമൃദ്ധമായി ഭക്ഷണം നമുക്ക് ലഭ്യമാകുന്ന, സുഖത്തോടെ നമ്മൾ ജീവിച്ചു പോകുന്ന ആഘോഷ സുദിനങ്ങളാണിത് എന്ന് പറഞ്ഞിട്ട് റസൂൽ പറഞ്ഞു, ഇത് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഓർക്കേണ്ട ദിവസവുമാണ്. വദ്കുറുല്ലാഹ ഫി അയ്യാമിൻ മഅദൂദാത്ത്. ഈ പറഞ്ഞ ദിവസങ്ങളിൽ അള്ളാഹുവിനെ നിങ്ങൾ ധാരാളമായിട്ട് ദിക്ർ ചെയ്യണേ എന്ന് വിശുദ്ധ ഖുർആൻ. ധാരാളമായിട്ട് ദിക്റിൻ്റെ ദിവസമാണ്, റബ്ബിനെ ധാരാളമായിട്ട് സ്മരിക്കേണ്ട ദിവസമാണ്. ദിക്ർ ചെയ്യാത്ത ദിവസം നമുക്കില്ല. അള്ളാഹുവിന് ദിക്ർ ചെയ്യേണ്ട ദിവസങ്ങൾ ഈ ദിവസങ്ങളാണ്. ബാക്കിയുള്ള ദിവസങ്ങൾ അള്ളാഹുവിന് ദിക്ർ ചെയ്യേണ്ടെന്നാണോ? അള്ളാഹുവിന് ദിക്ർ ചെയ്യാതെ ഒരു ദിവസം പോലും വിശ്വാസിക്കില്ല.
ഒരു ദിവസം പോലും, ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം 5 നേരമെങ്കിലും അള്ളാഹുവിന് ദിക്ർ ചെയ്യാൻ വേണ്ടി ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കേണ്ട നിർബന്ധിത ബാധ്യതയുള്ള കർക്കശമായി അള്ളാഹു ആവശ്യപ്പെട്ടിട്ടുണ്ട് മനുഷ്യരോട്. ഒരു ദിവസം 5 നേരമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് എന്നെ മാത്രം ഓർക്കാൻ വേണ്ടി നിങ്ങൾ മാറ്റിവെക്കണം. ജീവിതമാണ്, മനുഷ്യർക്ക് ആവശ്യങ്ങൾ കണ്ടമാനമുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിലേക്ക് പുറകെ പോകേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ വലിയ പ്രശ്നങ്ങൾക്ക് നടുവിലേക്ക് പോകുമ്പോഴും അല്ല എന്ന അതേ ചിന്ത ആ തീവ്രമായി കൊണ്ട് നടക്കാൻ കഴിയില്ല. നമുക്കതിൽ ഫോക്കസ് ചെയ്യണ്ടേ? ആ പ്രശ്നം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ മക്കൾക്കൊപ്പം കഴിയുമ്പോൾ, ഭാര്യയോടൊപ്പം കഴിയുമ്പോൾ, നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെടുമ്പോൾ, ജീവിതത്തിന് ഗൗരവപ്പെട്ട രംഗങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. എങ്കിലേ നിങ്ങൾക്ക് കാര്യങ്ങൾ പൂർത്തിയാകുകയുള്ളൂ, അവിടെ ഫലപ്രദമായി നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. പക്ഷെ ആ ജീവിതത്തിൻ്റെ തിരക്കുകളും ഗൗരവപ്പെട്ട ഉത്തരവാദങ്ങൾക്കും ഇടയിൽ പോലും നിങ്ങൾ ദിവസം ചുരുങ്ങിയത് 5 നേരമെങ്കിലും എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി മാറ്റി നിൽക്കണം. എന്ന് വിശുദ്ധ ഖുർആൻ. അതൊരു എല്ലാ ദിവസവും റബ്ബിനെ ഓർക്കാതെ വിശ്വാസിക്ക് ജീവിതമില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ചില ഘട്ടങ്ങളുണ്ട്, ആ ചില സമയങ്ങൾ അധികമായി അള്ളാഹു നിങ്ങൾ സ്മരിക്കണേ എന്ന്. അതിൽപ്പെട്ട ദിവസമാണ് തശ്രീക്കിൻ്റെ ദിവസങ്ങൾ. ഈ ഹജ്ജ് 10, 11, 12, 13 ദിവസങ്ങളൊക്കെ അള്ളാഹുവിന് ധാരാളമായി ദിക്ർ ചെയ്യേണ്ട, അള്ളാഹുവിനെ കുറിച്ച് മനുഷ്യർ ഓർക്കേണ്ട ദിവസങ്ങളാണ്. ഈ സമൃദ്ധിയിലും സന്തോഷത്തിലും പടച്ചവനെ മറന്നുപോകാൻ പാടില്ല. പെരുന്നാൾ അവധികളാണ്, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, സ്കൂൾ ഓപ്പൺ ആവുന്നതിന് മുമ്പുള്ള ദിവസങ്ങളാണ്, അവസാന നിമിഷങ്ങളാണ്. അപ്പോൾ മക്കൾ എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ആഘോഷത്തിൻ്റെ തിമിർപ്പിനിടയിൽ അള്ളാഹുവിനെ മറന്നുപോകാൻ പാടില്ല. ധാരാളമായി തക്ബീറുകൾ മുഴങ്ങട്ടെ. ധാരാളമായിട്ട് ഈ ദിവസങ്ങൾ തക്ബീറിൻ്റെ കൂടി ദിവസമാണ്. ഈ ദിവസങ്ങൾ തക്ബീറിൻ്റെ ദിവസമാണ്. തക്ബീറുകൾ ധാരാളമായി പറയണം, തസ്ബീഹുകൾ ധാരാളമായി പറയണം, ധാരാളമായി പ്രാർത്ഥിക്കണം. മനുഷ്യർ മടിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ദിക്ർ ചൊല്ലാൻ ഭയങ്കര മടിയാണ്, പ്രാർത്ഥിക്കാൻ ഭയങ്കര മടിയാണ്. അതിലൊന്നും വലിയ പ്രതിഫലമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല എന്നെനിക്ക് തോന്നുന്നത്. വിശ്വാസികൾക്ക് പോലും വലിയ പ്രതീക്ഷയില്ലാത്ത അമലുകളാണ് ദിക്റുകൾ. എല്ലാ ലിസാനുക റത്ബൻ ഫീ ദിക്രില്ല എന്ന്. നീ മരിക്കുമ്പോൾ നിന്റെ നാവ് അല്ലാഹുവിനെ ദിക്റിനാൽ നനവുള്ളതാകട്ടെ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മരണം വരുമ്പോഴും എൻ്റെ നാവിൽ ഞാൻ ദിക്ർ ചൊല്ലിയതിൻ്റെ ഈർപ്പം നിൽക്കുന്നുണ്ട് എങ്കിൽ അതല്ലേ ഏറ്റവും വലിയ വിജയമെന്നുള്ളത്. അതാണല്ലോ മനുഷ്യന് ആവശ്യമായത്. അള്ളാഹു തന്ന ഈ നാവ് കൊണ്ട് എന്തൊക്കെയാണ് മനുഷ്യർ നമ്മൾ പറഞ്ഞത്, എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, എന്തുമാത്രം മോശത്തരങ്ങൾ, തെറ്റുകൾ, കളവുകൾ, ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ, പരദൂഷണങ്ങൾ എല്ലാം പറയാൻ നമുക്ക് 1000 നാവാണ്. അല്ല എന്ന് പറയാൻ നാവ് പൊന്തുന്നു പോലുമില്ല. എല്ലാം തന്നവൻ അല്ലമഹുൽ ബയാൻ, ഈ ആശയവിനിമയത്തിനുള്ള ഭാഷാ ശൈലി, ഈ ഭാഷ കൈകാര്യമുള്ള കഴിവ്, ഇതൊക്കെ റബ്ബ് തന്നതല്ലേ? റബ്ബ് തന്ന അനുഗ്രഹമാണ് മനുഷ്യരെ. ഈ അനുഗ്രഹം അള്ളാഹു നിനക്ക് നൽകിയിട്ട് നീ എങ്ങനെയാണ് റബ്ബിനോട് നന്ദി രേഖപ്പെടുത്തിയത്? ചോദിക്കപ്പെടില്ല അള്ളാഹുവിൻ്റെ മുമ്പിൽ. അപ്പോൾ ഈ നാവിനെ കൊണ്ട് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ദിക്ർ എന്നുള്ളത്. ഈ ദിക്റിൻ്റെ ദിവസങ്ങളാണ്. വദ്കുറുല്ലാഹ ഫി അയ്യാമിൻ മഅദൂദാത്ത്. അധികമായി തക്ബീറുകൾ മുഴങ്ങട്ടെ, തക്ബീറുകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അത് മനുഷ്യന്, നമ്മൾ പലപ്പോഴും അമലുകളിൽ നിന്ന് മാറിപ്പോകുന്നു, അമലുകൾ കുറഞ്ഞു പോകുന്നു എന്നത് ഒരു തിരിച്ചറിയണം. നമ്മൾ പലപ്പോഴും നമ്മൾ സൂക്ഷ്മത പുലർത്താറുണ്ട്. അള്ളാഹുവും റസൂലും പഠിപ്പിക്കാത്ത രീതികളോ അള്ളാഹുവും റസൂലും പഠിപ്പിക്കാത്ത അമലുകളോ നമുക്ക് വേണ്ട എന്നത് നമ്മൾ നിലപാടാകുമ്പോൾ തന്നെ അമലുകളെ വേണ്ട എന്ന അവസ്ഥ ആവാൻ പാടില്ലല്ലോ. നമ്മൾ സ്വകാര്യമായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും അത് സന്ദർഭത്തിനനുസരിച്ച് ആ അമലുകൾ ഏർപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് വിശ്വാസിയുടെ ഉത്തരവാദിത്വം എന്നുള്ളത്. അതുകൊണ്ട് ഗൗരവത്തോടെ ഈ ദിവസത്തെ മുതലെടുക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമുദായത്തെ ഉദ്ധരിക്കാൻ വേണ്ടി നടത്തുന്ന ഉത്ബോധന പ്രഭാഷണങ്ങളുടെ ഒരു പൊതു സ്വഭാവം എന്നുള്ളത് എല്ലാവരെയും ഉൾപ്പെടുന്ന വിധത്തിൽ പുരുഷ സമൂഹത്തെ അഭിസംബോധന ചെയ്യും പോലെയാണ് വിഷയങ്ങളിൽ അവതരിപ്പിക്കാറ്. വിശുദ്ധ ഖുർആൻ നോക്കിയാൽ നമുക്ക് അങ്ങനെ തന്നെ കാണാൻ കഴിയും. കൂടുതലായി നമുക്ക് കാണാൻ കഴിയുന്നത് പുരുഷന്മാരിലേക്ക് അഭിസംബോധന ചെയ്യും പോലെയാണ് ആ വാക്കുകളുടെ പ്രയോഗം എന്നുള്ളത്. അത് കോമൺ ആയിട്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ആ പ്രയോഗങ്ങളും ആ സംസാരങ്ങളും ഒക്കെ നടക്കുക. എന്നാലും ഒരു പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം റസൂലുള്ളാഹി നടത്തിയ ഖുതുബ പൂർത്തീകരിക്കുമ്പോൾ ഒരു ശഹാബി വരുന്ന പ്രവാചകരോട് പറയുന്നുണ്ട്, പ്രവാചകരെ, എപ്പോഴും പുരുഷന്മാരെ നോക്കി അവർക്ക് വേണ്ടി സംസാരിക്കുന്നു, എന്ത് നമ്മളോട് പ്രത്യേകമായൊന്നും പറയാനില്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് അവരെ മാത്രം അഭിസംബോധന ചെയ്തുകൊണ്ട് ചില വിഷയം, പിന്നെ ഖുതുബകൾ ചിലപ്പോഴൊക്കെ പലപ്പോഴും അങ്ങനെ കാണാറുണ്ട്. പൊതുവിൽ പറഞ്ഞു തീർന്ന ശേഷം സ്ത്രീകൾക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ചില കാര്യങ്ങൾ പറയാറുണ്ട്. അതൊരു പ്രവാചകൻ്റെ ഒരു സ്ത്രീകളെയും പ്രത്യേകമായി പരിഗണിക്കുന്ന രീതിയാണ് ഇസ്ലാമിനുള്ളത്. എല്ലാവരെയും കോമണായി ഉൾപ്പെടുത്തുമ്പോൾ പൊതുവിൽ പറയുന്നുവെന്ന് മാത്രം. ആ നിലയിൽ റസൂലുള്ളാഹി നടത്തിയ ഒരു പ്രഭാഷണത്തിൻ്റെ പ്രസക്ത ഭാഗമാണ് ഇന്നി അറൈത്തുകുന്ന അക്സറ അഹ്ലിന്നാർ എന്ന്. സ്ത്രീകളോട് പ്രത്യേകം യാ മാഷറ നിസാ എന്ന് സ്ത്രീകളെ പ്രത്യേകമായി വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങളെയാണ് താരതമ്യേന
ജനങ്ങളുടെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ നോക്കുമ്പോൾ താരതമ്യേന നരകത്തിൽ അധികമായി കാണുന്നത് സ്ത്രീകളെയാണ് സഹോദരികളെ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നരകത്തിൽ സൂക്ഷിക്കണേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തിൽ തസദ്ദഖ്ന എന്ന റസൂൽ. അതുകൊണ്ട് ധാരാളമായി ദാനം ചെയ്യണം നിങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ ദാനം ചെയ്യുക എന്ന പ്രയോഗത്തിൽ തന്നെ എന്ത് ചെയ്യും, സ്വയം പര്യാപ്തരായ സ്ത്രീകൾ അന്ന് കാലഘട്ടത്തിലുണ്ട്, സ്വന്തമായി സമ്പാദ്യമുള്ള സ്ത്രീകളുണ്ട് എന്ന് നമുക്ക് വ്യക്തമാണ്. എന്ന് വെച്ചാൽ തൊഴിലെടുക്കാനോ തൊഴിലിലൂടെ സമ്പാദിക്കുന്നതിനോ റസൂലുള്ളാഹി സ്ത്രീകളുടെ വിഷയത്തിൽ തടസ്സം നിന്ന ഒരാളായിരുന്നില്ല. അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട പത്നി ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വലിയ ആദായമുണ്ടായിരുന്നു അവർക്ക്. ആ സമ്പാദ്യം മുഴുവൻ ദീനിനു വേണ്ടി ചെലവഴിക്കാൻ റസൂലുള്ളാഹിക്ക് വിട്ടുകൊടുത്തിട്ടുമുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സഹാബി വനിതകളുടെ അധ്വാനം ആ കുടുംബത്തിനെ ഷോൾഡർ ചെയ്യുന്നതിൽ പങ്കാളിത്തം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സ്വന്തമായി ഇതിപ്പോൾ കണ്ടവൻ്റെ സമ്പാദ്യം എടുത്ത് ചിലവാക്കുന്ന വിഷയത്തിൽ പറയുന്ന റസൂലുള്ളാഹി മഹർ എന്നുള്ളത് അവർക്ക് കിട്ടുന്ന വലിയൊരു മൂല്യമാണ്, വലിയ സമ്പാദ്യമാണ്. അവരുടെ മാത്രം സ്വകാര്യമായ സ്വത്താണ്. അതിന് പുറമേ തന്നെ കിട്ടുന്ന സമ്മാനങ്ങളുണ്ട്. അത് മാത്രമല്ല, അവർ നടത്തുന്ന കച്ചവട ഏർപ്പാടുകളുണ്ട്. അവർക്ക് മാത്രം കിട്ടുന്ന ഗനീമത്തിൻ്റെ തോട്ട വരുമാനങ്ങളുണ്ട്. അതൊക്കെ അവരുടെ വരുമാനങ്ങളാണ്. ആ വരുമാനം എങ്ങനെ വിനിയോഗിക്കണമെന്നുള്ള വിഷയത്തിൽ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. കുടുംബത്തിന് ചെലവിൻ്റെ ബാധ്യത എന്നുള്ളത് ഒരിക്കലും സ്ത്രീയുടെ മേൽ ചുമത്തപ്പെട്ടിട്ടില്ല. മക്കൾക്ക് ചെലവിന് കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും സ്ത്രീയുടെ മേൽ ചുമത്തിയ ബാധ്യതയല്ല ഇസ്ലാമിൽ. കൊടുത്തൂടാ എന്നല്ല പറഞ്ഞത്, ബാധ്യതയാക്കിയിട്ടില്ല എന്ന്. ഭർത്താവിന് കൊടുത്തൂടാ എന്നല്ല, അവർക്ക് ബാധ്യതയില്ല. ആ ബാധ്യത ഭർത്താവിൻ്റെ മേൽ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് വറാസത്ത് അനന്തരാവകാശ നിയമങ്ങൾ വരുമ്പോൾ അനന്തര സ്വത്തിൽ പുരുഷന് സ്ത്രീയേക്കാൾ കൂടുതലുള്ളത്. കാരണം അവനാണ് വിനിയോഗത്തിന്റെ ബാധ്യതയുള്ളത്, ചിലവഴിക്കാൻ ഉത്തരവാദിത്തമുള്ളത്. കഫാബിൽ മറീസ്മൻ അയ്യുദയ്യമയ്യക്കൂത്തുന്ന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പുരുഷൻ തെറ്റുകാരനാകാൻ അവന്റെ ഭാര്യയ്ക്കും മക്കൾക്കും അവന്റെ മാതാപിതാക്കൾക്കും ഭക്ഷണം കൊടുക്കാതിരുന്നാൽ മതിയാകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ കുറ്റവാളിയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ബാധ്യതയാണ്, പുരുഷന്മാരുടെ ബാധ്യതയാണ് ഒരു പ്രായം കഴിഞ്ഞാൽ അധ്വാനിച്ച് വരുമാനം കണ്ടെത്തി കുടുംബം പോറ്റുക എന്നുള്ളത്. അതിൽ അനാസ്ഥ കാണിച്ച് നിഷ്ക്രിയനായിട്ട് തൊഴിൽരഹിതനായിട്ട് ഇവിടെ നടക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ ഉത്തരവാദിത്വത്തിന് മേൽ ചോദ്യം ചെയ്യപ്പെടും. വലിയ വീഴ്ച നീ വരുത്തിയിരിക്കുന്നു, നിന്റെ ആശ്രിതർക്ക് നീ ആഹാരം കൊടുത്തില്ല, ഈ തണ്ടും തടിയും നീ വേസ്റ്റാക്കിയിരിക്കുന്നു എന്ന് ചോദ്യം ഉണ്ടാകും. അതാ റസൂൽ പറയുന്നത്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഈ ബാധ്യത ഇല്ലാത്തത് കൊണ്ടാണ് അവരെ സ്വത്തിൽ നിന്ന് അവർക്ക് വറാസത്ത് നിയമത്തിൽ അവരെ പകുതിയിലേക്ക് കൊണ്ടുപോയത്. ഈ വറാസത്ത് കിട്ടുന്ന സ്വത്തുക്കളാകട്ടെ, മഹർ കിട്ടുന്ന സ്വത്തുക്കളാകട്ടെ, അവർ തന്നെ സ്വന്തം അധ്വാനത്തിലൂടെ ഉണ്ടാക്കുന്ന സ്വത്തുക്കളാകട്ടെ, അതിൽ നിന്ന് അധികമായി നിങ്ങൾ ദാനം ചെയ്യണേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നമ്മുടെ സഹോദരിമാർ എപ്പോഴും നമ്മുടേതായ സ്വകാര്യ സ്വത്തുക്കൾ ഉണ്ടാകും. അതിന് ഈ ദാനം ചെയ്യുന്ന ബാധ്യതയൊക്കെ ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ്. ദാനം എന്നുള്ളത് സ്വന്തം ഭർത്താവിനും ചെയ്യുമ്പോൾ ദാനമാവും, മക്കൾക്ക് കൊടുത്താലും അവർ ചെയ്യുന്ന ദാനം തന്നെയാണ്, കുടുംബത്തിനകത്തും പുറത്തും കൊടുക്കുന്നതും ദാനം തന്നെയാണ്. ആ സൽപ്രവർത്തികളൊക്കെ ഏർപ്പെടുക. അതോടൊപ്പം തന്നെ ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിക്കുന്ന ശൈലികൾ അവർക്ക് കൂടുതലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഭർത്താവിനോട് നന്ദികേട് കാണിക്കുന്നൊരു ശൈലി പൊതുവിൽ നിങ്ങൾക്ക് കണ്ടുവരുന്നുണ്ട്. തക്ഫുർനൽ അശീറ വതക്സുർനൽ ലഅന എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവർ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നിങ്ങളെ കൊണ്ട് കഴിയണം. പിണക്കങ്ങൾ ധാരാളമായി കുടുംബങ്ങൾക്കകത്ത് നടക്കാറുണ്ട്. സ്ത്രീകളാണ് ഇതിൻ്റെ മിക്കവാറും ഒക്കെ തുടക്കക്കാർ. അവർ വലിയ പ്രതീക്ഷകൾ വെക്കും, പക്ഷെ അവരെ പ്രതീക്ഷയ്ക്കൊപ്പം പലപ്പോഴും ഈ പുരുഷന്മാർക്ക് ഉയർന്നു വരാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒന്ന് നടപ്പിലാക്കിയാൽ ഒന്ന് നടപ്പിലാവില്ല. ഒരു സമയത്ത് രണ്ട് ആവശ്യങ്ങളുണ്ടെങ്കിൽ ഒരു ആവശ്യം മാത്രം പൂർത്തീകരിക്കാനുള്ള കപ്പാസിറ്റി ഇന്നത്തെ കുടുംബനാഥന്മാർക്ക് പലപ്പോഴും ഉള്ളൂ. മിഡിൽ ക്ലാസ് ലൈഫാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതുകൊണ്ട് ഒന്ന് അഭാവം വന്ന ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയാതെ പോയൊരു ആവശ്യം നിറവേറ്റപ്പെടാതെ പോകുമ്പോൾ, അല്ലെങ്കിലും ഇവിടെ ഒന്നും നടക്കാറില്ലല്ലോ, ഇന്ന് വരെ എന്തെങ്കിലും സമയത്ത് നടന്നിട്ടുണ്ടോ എന്ന നിലയിലുള്ള കുറ്റപ്പെടുത്തലുകളോ അത്തരം പ്രയോഗങ്ങളോ അതൊക്കെ കുഫ്റിൻ്റെ ഭാഗമാണ്. അത് ഭർത്താവിനോട് കാണിക്കുന്ന ഒരുതരം നന്ദികേടാണ്. അത്തരം നന്ദികേടിൻ്റെ പരാമർശങ്ങൾ, പ്രയോഗങ്ങൾ അതൊന്നും പാടില്ല സ്ത്രീകളെ. അതൊക്കെ വളരെ മോശപ്പെട്ട പ്രവണതയാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിൽ ചില ഉപദേശങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായി റസൂലുള്ളാഹി പറഞ്ഞു വെച്ചത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.